താല്പര്യമില്ല. നിങ്ങൾ എന്നെ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാണോ വിളിച്ചു വരുത്തിയത്? അപ്പൊ ഇന്റർവ്യൂ ചെയ്യണം, ഇങ്ങനെ സെൽഫി ഒന്നും എടുക്കാൻ നിൽക്കരുത്. ഇല്ല, ഈ ജിൻ ടോം ചാക്കോയിന് ഇന്റർവ്യൂ നിൽക്കാൻ തീരെ താല്പര്യമില്ല. ചേട്ടാ അങ്ങനെ പറയല്ലേ ചേട്ടാ, പ്ലീസ് ചേട്ടാ. എനിക്ക് ഇവിടുന്ന് പോകാൻ തീരെ താല്പര്യമില്ല എന്ന്. ചേട്ടന് ഭയങ്കര ദേഷ്യം ഉണ്ടല്ലേ? ദേഷ്യമുണ്ടാ? ദേഷ്യം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല. എന്തിനാ ഇപ്പൊ എന്റെ കൈ തൊട്ട്? ദിസ് ഈസ് എ പൊളിറ്റിക്കൽ ഇൻകറപ്ഷൻ. ഒരു വ്യക്തിയുടെ ദേഹത്ത് അയാളോട് ചോദിച്ചിട്ടേ തൊടാവുള്ളൂ. എങ്ങനെ ചോദിക്കും പറയൂ കുട്ടി. തൊട്ടോട്ടെ. ഇനിയും തൊട്, ഇവിടെ തൊട്, അങ്ങത്തൊട്, ഇങ്ങത്തൊട്. ദിസ് ഈസ് എ പൊളിറ്റിക്കൽ കറപ്ഷൻ. ചേട്ടൻ വന്നപ്പോ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അത് നിന്റെ ചേട്ടനോട് ചോദിക്കണം. അയ്യോ എന്റെ ചേട്ടനല്ലേ, ഈ ചേട്ടൻ. അതോ, ഞാൻ വരുന്ന വഴിക്ക് കുറെ ചെറുപ്പക്കാരന്മാര് എന്റെ സെൽഫി എടുക്കാൻ നിന്ന്. എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഇവിടുത്തെ സ്റ്റാഫുകളൊന്നും. അയ്യോ സോറി ചേട്ടാ, അവർക്ക് വേണ്ടി ഞാൻ ക്ഷമയ്ക്കുന്നു. സോറി. കുട്ടി എന്തിനാ ക്ഷമയിക്കുന്നേ? കുട്ടി സെൽഫി എടുത്തോ? ഇല്ലല്ലോ. മൊബൈലുണ്ടോ? നമുക്കൊരു സെൽഫി എടുക്കാം. ചേട്ടൻ സെൽഫി എടുക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതാ ഭ്രാന്തന്മാരുടെ ഇവിടെ. കുട്ടിയോട് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. ദിസ് ഈസ് എ പൊളിറ്റിക്കൽ ഇൻകറപ്ഷൻ. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന കിഴങ്ങനോട് പറയണം, എന്നെ വെറുപ്പിക്കുന്ന ചോദ്യം ചോദിക്കരുത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ചേട്ടാ ഞാനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്നെ വെറുപ്പിച്ച് കൊല്ലുന്ന ചോദ്യം തന്നെ ചോദിക്കണം. എന്റെ നാവ് അറ്റുപോകണം. എനിക്കതാ ഇഷ്ടം. ചേട്ടൻ എന്തിനാ എപ്പോഴും തലയെ തൊപ്പി വെച്ചോണ്ട് നടക്കുന്നത്? യവനെ എടുത്ത് തലയെ വെച്ചില്ലേ യവ ഇറങ്ങി നടക്കും. ഞാൻ തന്നെ ബിവറേജിന്റെ ഫ്രണ്ട് യവറ്റുണ്ട്. ഞാൻ നോക്കിയപ്പോ യവൻ പറഞ്ഞു, അളിയാ ഒരു ചെറിയൊരു സാധനം എടുക്കട്ടെന്ന്. മതിയാ? അണ്ടർവെയർ കണ്ടിരുന്ന എവൾ അതും ചോദിച്ചിരുന്ന എന്തിനാ ഇട്ടോണ്ട് നടക്കണമെന്ന്. ചേട്ടാ അപ്പൊ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാം. ആരെന്നത്തെ ഗസ്റ്റ്? ചേട്ടനല്ലേ? ശരിയാണല്ലോ. ചോദിക്കൂ ആരതി. ചേട്ടാ ചേട്ടനിപ്പോ സിനിമയിലല്ല? സിനിമയിലായിരുന്നെങ്കിൽ സിനിമയിലല്ല പറയൂ ആരതി. സിനിമയിലായിരുന്നെങ്കിൽ സിനിമയിലല്ലായിരുന്നെ താനിപ്പോ എന്തോ ജോലി ചെയ്യുമെന്ന്. ഞാനിപ്പോ വല്ലോ വക്കീലായനെ. വക്കീലോ? പിന്നെ ചേട്ടൻ അതിലോട്ടൊന്ന് ട്രൈ ചെയ്യാത്ത? അതിന് +2 ജയിക്കണ്ടേ? +2 വക്കീലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരതി. ചേട്ടാ ഒരു ആക്ടറിന് എന്തൊക്കെയാണ് വേണ്ടത്? സിനിമ കിട്ടണം, ഇല്ല പട്ടിണി കിടന്നെയോ? അയ്യോ അതല്ല, ഒരു പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഒരു ആക്ടർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിരി വരണം. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ദേഷ്യം വരണം. നമ്മൾ കരയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കരച്ചില് വരണം. ചേട്ടാ അന്ന് എന്നെ ഒന്ന് കരയിപ്പിക്കാവോ? മതിയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരതി. അവന്റെ ഒരു കാര്യമേ. അടുത്ത ചോദ്യം ചോദിക്കൂ ആരതി. ചേട്ടാ എനിക്ക് ചേട്ടനോട് സംസാരിക്കാൻ ചെറിയൊരു പേടിയുണ്ട്. മക്കൾക്ക് പേടിയാടി, ചെല്ലക്കുട്ടിക്ക് പേടിയാടി. കളിപ്പാട്ടം വേണോടി, തുങ്കലി എടുക്കണാടി. ചേട്ടാ അവിടെ ഇരുന്നോ. മനുഷ്യനായിപ്പോയില്ല, കൊരങ്ങെന്നെങ്കിലും വിളിക്കാം. ഓക്കെ. ചേട്ടന് സിനിമയില് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? സിനിമയില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താട്ടോ ഇത്? എനിക്കിങ്ങനെ പേടിപ്പെടുത്തുന്ന കഥാപാത്രം ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത്ര നേരം ആരതി എന്നോട് ചോദ്യം ചോദിച്ചില്ലേ? ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. ചോദിക്കേട്ടാ. കുട്ടിക്ക് പ്രേമമുണ്ടോ? ഇല്ല. ഐ ലവ് യു. ആരേലും പെട്ടെന്ന് പറയാനുള്ള ഭാഗ്യം കുട്ടിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ? കഴിഞ്ഞ വർഷം ജനുവരി 10 കുട്ടി ഏത് ഡ്രസ് ആയിട്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓർത്താ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ചേട്ടാ ഇതൊക്കെ ഞാൻ എങ്ങനെ ഓർക്കാനാ? മറവി ഉണ്ടല്ലേ? മറവി മാറാൻ വേണ്ടി ഒരൊറ്റ സാധനം ചെയ്താൽ മതി. എന്തുവാ ചേട്ടാ? ഒന്നും ഓർക്കാതിരിക്കാൻ ടെൻഷൻ ഫ്രീ മൈൻഡ് ആയിരിക്കണം. ചേട്ടാ ഇത്രയും പറഞ്ഞല്ലേ, ആ ജ്യൂസ് എടുത്തു കൂടി. ഓക്കെ. പിന്നെ ഒരു ഷോയാന്നറിയാം, എന്നാലും ഞാൻ ചോദിക്കുക, ഇവിടെ വലിക്കുന്നതിനും കുടിക്കുന്നതിനും കുഴപ്പമുണ്ടോ? അല്ല, ഷോയാന്നറിയാം, ഇവിടെ വലിക്കുന്നതിനും കുടിക്കുന്നതിനും കുഴപ്പമുണ്ടോന്ന്. ചേട്ടാ ഇത് കൊച്ചു പിള്ളേര് കാണുന്ന ലൈവ് ആകട്ടോ. പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് ജ്യൂസ് തന്നെ? ഈ ജ്യൂസിൽ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കാൻ പാടില്ലേ? വേണ്ട. ചേട്ടൻ കുടിച്ചോ. നല്ല ജ്യൂസ്, നല്ല ചിരി. കുഴപ്പമില്ല. എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒന്നെങ്കിൽ ഞാൻ കുടിക്കുന്നത് നോക്കാതിരിക്കുക, അല്ലെ മാറിപ്പോയി വേറെ ഏതെങ്കിലും ജ്യൂസ് കുടിക്കുക. എന്തുവാണ് നിങ്ങളെ കാണിക്കുന്നത്? നിങ്ങളുടെ ടേബിളിൽ ജ്യൂസ് വെച്ചിട്ടില്ലേ? അപ്പൊ മാനേഴ്സ് കാണിക്കണ്ടേ നിങ്ങള്? മാനേഴ്സ് പശു കാടി കുടിച്ചാൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ ആരതി. ചേട്ടന് ചേട്ടന്റെ ഫോൺ ഇഷ്ടമാണ്? ഈ ഫോണല്ലേ? അതെ അതെ. അയ്യോ ചേട്ടൻ ഞാൻ നമുക്ക് നമ്മളെ ഇഷ്ടം. ഈ മൊബൈൽ ഒരു കാര്യമില്ല. ഫണ്ണായിട്ട്. നമുക്ക് നമ്മളെ ഇഷ്ടം. ക്യാമറ ഒന്ന് കട്ട് ചെയ്യണേ. സിനിമയുടെ പൈസ 1 ലക്ഷം രൂപ പോയി.
നമുക്ക് നമ്മളെ ഇഷ്ടം, ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഇല്ലാത്ത ഇഷ്ടം. മൊബൈലിൽ ഒരു കാര്യമില്ല. ഓക്കെ ചേട്ടാ, അങ്ങനെയാണ് ചേട്ടന് ധൈര്യം ഉണ്ടോ ചേട്ടന്റെ ആ ഫോൺ എനിക്ക് തരാൻ? നാ പിടിച്ചോ. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇൻകറപ്ഷൻ ആണ്, എന്നാലും ഞാൻ തരുവാ. ഓക്കെ, അങ്ങനെയാണ് ചേട്ടൻ ലാസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ എന്താ സെർച്ച് ചെയ്തെന്ന് ഞാൻ നോക്കട്ടെ. നോക്കിക്കോ, ഒരു നടനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. എങ്ങനെ അവതാരികയെ കൊല്ലാം. ജസ്റ്റ് പണ്ണ്. ചിക്കാരി ശമ്പൂരി തൊപ്പിട്ടോലെ തനിക്കെന്നെ കൊല്ലണല്ലോ. വാ വാ കൊല്ലണോ, വാടാ. കുട്ടിക്കിപ്പോ ദേഷ്യമുണ്ടല്ലേ? ആ, എന്നെ കൊല്ലാനും മിടിക്കാനും ദേഷ്യപ്പെടാനും എല്ലാം കുട്ടിക്ക് പറ്റും. ഒന്നൊഴികെ കുട്ടിക്ക് പറ്റൂല. എന്നെ ഓട്ടിച്ച് തോപ്പിക്കാൻ പറ്റൂല. പോയി തരത്തിൽ പോയി കളിയടി.